ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ എവിടം വരെ ആയി? ശരിക്കും ഇന്നത്തെ വീഡിയോയും ഒരിത്തിരി സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഴയ ലെവൽ ഓഫ് മോട്ടിവേഷനിലേക്ക് പോവുകയാണ്. എനിക്കിപ്പം ഒത്തിരി പേര്, അതായത് ഇപ്പോൾ നമ്മുടെ 2025 സ്റ്റാർട്ടായത് കൊണ്ട് തന്നെ പിള്ളേർക്കെല്ലാം നല്ല ടെൻഷനാണ്. മറ്റേത് നമുക്ക് ചുമ്മാതെങ്കിലും പറയാമല്ലോ, അടുത്ത വർഷമാണ് നമ്മുടെ നീറ്റ് എന്നുള്ളത്. ഇനിയിപ്പോൾ അത് പറ്റത്തില്ല, 4 മാസം എന്നുള്ളത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ജാനുവരി സ്റ്റാർട്ടായപ്പോഴത്തേക്കും എല്ലാവരും നല്ല രീതിയിൽ ടെൻസ്ഡാണ് കേട്ടോ. എനിക്ക് ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്യാവശ്യം നല്ല പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ. എന്ന് വെച്ചാൽ ഫുള്ള് നിങ്ങളുടെ മെസ്സേജ് തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ സൈഡിലായിട്ടൊന്ന് സ്ക്രീൻഷോട്ട് കാണിച്ചേക്കാം, കാരണം അത്രത്തോളം റിക്വസ്റ്റും കാര്യങ്ങളുമാണ് എനിക്ക് വരുന്നത്. അപ്പം കൂടുതൽ ആളുകളും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇനി ഞങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചൊക്കെ പഠിക്കാനുള്ള സമയമുണ്ടോ? ഇനി ഷോർട്ട് നോട്ട്സ് നോക്കി പോകാനുള്ള സമയമൊക്കെ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ടെൻഷൻ്റെ ആ ഒരു ലെവൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇനിയും ടെക്സ്റ്റ് വായിക്കാനൊക്കെ ഉള്ള സമയമുണ്ട്. നിങ്ങൾ സമാധാനപ്പെടുക. എന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ടടാ. ഇപ്പോൾ നമുക്ക് ഇതുവരെ ഉള്ളതുപോലെ ഇത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻ്റർവെല്ലൊന്നും എടുത്ത് പഠിക്കാനുള്ളൊരു സാഹചര്യം ചിലപ്പോൾ കാണത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റൊക്കെ വായിച്ച് പഠിക്കാനുള്ള സമയം ഇനിയും ഉണ്ട്. നമുക്ക് എക്സാമിൻ്റെ തലേന്ന് വരെ അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെ വരെ ടെക്സ്റ്റ് വായിക്കാം. ശരിക്കും നമുക്ക് ഈ 100% സേഫ് ആക്കാൻ പറ്റുന്നത് ഈ 3 സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോയിൽ നമുക്ക് 100% സേഫ് ആക്കി പോകാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ബയോ മാത്രമാണടാ. ബാക്കി രണ്ടും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഓവറോൾ ഐഡിയ, ആ ഒരു ചാപ്റ്ററിൻ്റെ 90% ഐഡിയ ഉണ്ടാക്കി കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തായാലും ബയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിലും നല്ലത് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നതാണ്. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടുന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ മാക്സിമം ബയോയുടെ കാര്യത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, പി ബ്ലോക്ക്, എസ് ബ്ലോക്ക്, അങ്ങനത്തെ ചാപ്റ്റേഴ്സ്, പി ബ്ലോക്ക്, എസ് ബ്ലോക്ക്, മറ്റേ പ്യൂരിഫിക്കേഷൻ്റെ ചാപ്റ്റേഴ്സ്, അതൊക്കെ നമുക്ക് ടെക്സ്റ്റ് വായിച്ചേ പറ്റൂ. മറ്റേ ഈ മെറ്റലർജി അതൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മെറ്റലർജി ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്കത് ടെക്സ്റ്റ് വായിച്ചാലേ ശരിയാവത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമുക്ക് ടെക്സ്റ്റ് വായിക്കാനുള്ള സമയമില്ലായിരിക്കും ഒന്നുമില്ല. നമ്മൾ മാക്സിമം ഇത്തിരി എഫേർട്ട് ഇടണം എന്നുള്ളതേ ഉള്ളൂ. ആരും ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ എന്തായാലും ഞാൻ പറയട്ടെ, ഈ 2-3 ദിവസം ഗ്യാപ്പിൽ ഈ 9-10 ചാപ്റ്റർ മോഡൽ എക്സാമിന് വരുമ്പോഴത്തേക്ക് നിങ്ങളെന്നല്ല ആരും പഠിച്ച് തീരത്തില്ല. ഇനിയിപ്പോൾ ടോപ്പ് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും കാണും കുറച്ച് പോർഷൻസ് പെൻഡിങ് എന്നുള്ളത്. അത് നമുക്ക് ഗ്രാജുവലി ഫുൾ മോഡൽ വരുമ്പോൾ കവർ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ സ്കിപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ആ അത്രയും ചാപ്റ്റേഴ്സ് നമുക്കങ്ങ് സ്കിപ്പായി പോവടാ. മനസ്സിലായോ? ഇപ്പോൾ എന്തായാലും ഈ ഒരു മോഡൽ പഠിക്കാൻ സമയമില്ല, അന്നേരം ഈ ഒരു മോഡലിൽ 3 ദിവസം കൂടി എടുത്തിട്ട് അടുത്ത മോഡൽ പഠിക്കാം, അങ്ങനെ ഒന്നും ആരും ഡിസിഷൻ എടുക്കരുത്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മോഡൽ 3 ദിവസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് തീരത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു മോഡൽ ഫുൾ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മോഡലിന് ഈ 3 ദിവസം മറ്റേ 3 ദിവസം കൂടെ ചേർത്ത് 6 ദിവസം എടുത്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ആ ഒരു ചാപ്റ്റർ പിന്നെ നമുക്ക് ഫ്രഷായിട്ട് പഠിക്കാനുള്ളൊരു സമയം കിട്ടത്തില്ല. നമുക്കിനി അങ്ങോട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് ആ ഒരു ടൈമിനുള്ളിൽ കവർ ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ടെക്സ്റ്റ് വായിക്കാം. നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇടണം എന്നുള്ളതേ ഉള്ളടാ. ഇപ്പോൾ തൽക്കാലം കൂളായിട്ടിരിക്കും, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് പോയി എഴുതും. ഇപ്പോൾ തന്നെയും ഭൂരിഭാഗം ആളുകൾ ചേച്ചി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ പേരൻസിനോട് എന്ത് പറയും? നിങ്ങൾ എന്തിനാണ് അതൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത്? നമുക്ക് ഇപ്പോൾ തൽക്കാലം ആ ഒരു ഫ്ലോയിൽ നിങ്ങളങ്ങ് പോകാൻ ആവശ്യമായിട്ടുള്ളൊരു ടെൻഷനും എടുത്ത് തലയിൽ വെക്കേണ്ട. നമ്മൾ നാട്ടുകാരോട് എന്ത് പറയും, നമ്മൾ വീട്ടുകാരോട് എന്ത് പറയും, അതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഇതുവരെ അത് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ നിങ്ങളുടെ 100% നിങ്ങൾ ഇനി കൊടുക്കുക. ഇനി നമ്മൾ ഈ 4 മാസം ചത്ത് പഠിച്ചാൽ പോലും നമുക്കൊരു റിഗ്രറ്റ് വരാൻ ചാൻസ് ഇല്ലടാ. നമ്മുടെ അത്രയും എഫേർട്ട് ഇട്ടില്ലേ, അങ്ങനെ നോക്കുക. മാക്സിമം 100% കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആരെന്ത് വേണേൽ പറഞ്ഞോട്ടെ. ഇപ്പോൾ നാട്ടുകാർ ചിലപ്പോൾ പറയായിരിക്കും, നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ്, ഇതിനത്ര കഴിവില്ല. പറയുന്നവർ പറയട്ടെ. വേറെ അവർ കുറച്ച് നാൾ പറയും, പിന്നെ അവരങ്ങ് വിടും. നമ്മൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളങ്ങനെ ചിന്തിക്കുക വേണ്ട. നമ്മൾ നാട്ടുകാരെയോ ബന്ധുക്കളെയോ അങ്ങനെ ഒന്നും നിങ്ങളുടെ മൈൻഡിനെ ആ ഒരു ഇതിലോട്ട് കളയണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ആരെന്ത് വേണേൽ പറഞ്ഞോട്ടെ. ഈ എന്തായാലും, അതായത് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു നീറ്റ് ആസ്പിറൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ അവർ ആരായാലും ഉൾക്കൊള്ളത്തുള്ളൂ. മനസ്സിലായോ? വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് ഇത് സാധാ പരീക്ഷയാണ്, ഒരു വർഷം സമയം കിട്ടിയില്ലേ എന്നൊക്കെ അവർ ചോദിക്കും. പക്ഷേ അത് പഠിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ്. 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷം എടുത്താലും അത് ഒരു പാടായിട്ടുള്ള സംഭവം തന്നെയാണടാ. എന്നുവെച്ചാൽ അത് നമുക്കൊരു അത്യാവശ്യം ഒരു ലക്കും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങ് എടുത്താൽ മതി. ആരുടെയും അങ്ങനെ വേറെ ഒരാൾ പറയുന്നൊന്നും നിങ്ങൾ അത്ര ഒരു രീതിയിൽ മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് നിൽക്കേണ്ട. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി. മാക്സിമം ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഒരു മോഡൽ എക്സാം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബയോ ടെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ട് കാണാപ്പാടമാക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു 360 മാർക്ക് സേഫായാൽ തന്നെ നമുക്ക്
പകുതി കൂടുതൽ കോൺഫിഡൻസ് അങ്ങ് തിരിച്ച് വന്നോളും. ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് ചെയ്യാടാ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക, നമുക്കതങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം കൂളായിട്ടിരിക്കുക, വെറുതെ അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും എടുത്ത് വെക്കാനായിട്ട് നിൽക്കണ്ട. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, കാരണം അത്രത്തോളം മെസ്സേജും കാര്യങ്ങളുമാണ് വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ഞാനിനി എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണോ എന്നുള്ളത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 450 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുന്നവർക്ക് ഒരു 651 സ്കോർ ചെയ്യാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉള്ളൂ. അതായത് മാക്സിമം പ്രോബബിലിറ്റി അവർക്കാണെന്നാണ് പറഞ്ഞത്. അതിന് താഴെ ഉള്ളവർക്ക് ഒട്ടും പ്രോബബിലിറ്റി ഇല്ലെന്നല്ലടാ. നമ്മൾ അത്രത്തോളം, അതായത് നിങ്ങൾ ഏതോ ഒരു പോയിന്റിൽ നിങ്ങളുടെ എഫേർട്ട് കുറയ്ക്കുന്നതുകൊണ്ടാണ് ആ സ്കോർ ഇങ്ങനെ താഴോട്ട് വരുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറി വരാൻ പറ്റുന്നേ ഉള്ളൂ. അതിനിപ്പോൾ 300 ആണെങ്കിലും 200 ആണെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുന്ന ഒരാൾ, നന്നായിട്ട് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഇത് കഴിഞ്ഞ് മെയ് 4 എക്സാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുക. ഞാൻ എൻ്റെ 100% കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു വട്ടം ഞാൻ എൻ്റെ 100% കൊടുത്തു, മാക്സിമം നോക്കി, എനിക്ക് ഇത്ര കാര്യങ്ങൾ ഈ ഒരു ഇപ്പം ഏത് ടീച്ചേഴ്സ് ആണെങ്കിലും, ഇപ്പോൾ ബ്രില്യൻ്റിലെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർ പറയും നിങ്ങളുടെ കയ്യിൽ 70% ഉണ്ടെങ്കിൽ ബാക്കി ഒരു 30% അവരവിടെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഈ ഒരു 70% കൊണ്ടല്ല ബ്രില്യൻ്റിൽ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സഫർ ചെയ്യും, അത് സ്വാഭാവികമാണടാ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്ര എഫേർട്ട് ഇട്ട് പഠിച്ച് ഇൻ കേസ് നിങ്ങൾക്ക് ജസ്റ്റ് മിസ്സോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഒരു വട്ടോടെ നിങ്ങൾ നീറ്റ് എഴുതുമ്പോൾ കിട്ടും. കാരണം ബ്രില്യൻ്റിൽ അവർ പറയുന്നത് 70% നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 30% അവർ തരാമെന്നാണ്. ഒരു വട്ടം അത്യാവശ്യം പഠിച്ച് നീറ്റ് എഴുതിയ ഒരാളുടെ കയ്യിൽ 90% ഉണ്ടാവുകടാ. ബാക്കി ഒരു 10% കൂടെ മതി നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു 600-ന് മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഫീസ് പോലും ആവത്തില്ല ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇതാക്കുക. നമ്മളെ കൊണ്ട് ഒട്ടും ആ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 600 അല്ലെങ്കിൽ ഒരു 550+ മേടിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ഫീ കൺസെഷനോട് കൂടിയെങ്കിലും പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി കയറി പോവടാ. അപ്പോൾ നിങ്ങൾ അങ്ങനെ സമാധാനിക്കുക. നമുക്ക് ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വഴി തുറക്കുവടാ. അപ്പം അങ്ങനെ തന്നെ വിചാരിക്കുക, നല്ല ഹോപ്പ്ഫുള്ളായിട്ട് പഠിക്കുക, ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. അപ്പോൾ അങ്ങനെ ടാറ്റാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ചാനലിലുണ്ട്, കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അങ്ങനെ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. പുതിയൊരു വർഷമാണ്, നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര പ്രാധാന്യമുള്ളൊരു വർഷമായിട്ട് കാണുക. അപ്പോൾ അങ്ങനെ ടാറ്റാ.